ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഗോവിന്ദരാജ് തന്നെ കേസ് പിൻവലിക്കുകയുണ്ടായി. അതിന്റെ കാരണം അവ്യക്തം. കേസിന്റെ വിശദമായ വിവരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ആ കേസ് തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് ആ കേസിൽ നിന്നും ഗോവിന്ദരാജ് പിൻവലിഞ്ഞത്. യുവർ ഓണർ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന 5ഓളം കേസുകളിൽ ഒറ്റ കേസിൽ പോലും കോടതിയിൽ എത്തിയിട്ടില്ല എന്നതിൽ നിന്നും പ്രതി എത്രത്തോളം ക്രൂരനും മനസാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവനുമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. പണം പിരിക്കാൻ വേണ്ടി ഗുണ്ടായസം കൈവെള്ളയിൽ കൊണ്ടു നടന്ന് ഇടിവള കൊണ്ട് കാര്യം നേടുന്ന ഇടിവള വിഷ്ണു എന്ന ഈ ഗുണ്ട ഈ കേസിലും നിരപരാധിയാണെന്നും വെറുതെ വിടണമെന്ന് പറയാൻ പോകുന്ന ഡിഫൻസ് വക്കീലിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: മനുഷ്യജീവന് വിലയുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഓടുന്ന ബ്ലഡിന് അതിനേക്കാൾ വിലയുണ്ട്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന ആപ്തവാക്യം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന വിഷ്ണു എന്ന ഈ ക്രിമിനൽ അന്ന് പണം കൊടുക്കാൻ വേലായുധന്റെ വീട്ടിൽ ചെന്നതും ഗുണ്ടകളെ ഏർപ്പാടാക്കി തന്നെയായിരുന്നു. പണവും പലിശയും തിരിച്ചു തരേണ്ട ആൾക്ക് അതിന് കഴിയാതെ വരികയാണെങ്കിൽ അയാളുടെ വീടും പുരയിടവും എഴുതി വാങ്ങിക്കുക എന്നത് പലിശയ്ക്ക് പണം കൊടുക്കുന്നവരുടെ ഗൂഢതന്ത്രത്തിൽ ഒന്നാണ്. ഇവിടെയും അതുതന്നെയായിരുന്നു ലക്ഷ്യം. പക്ഷെ വേലായുധന് ആയുസിന്റെ ബലം കൂടുതലായതുകൊണ്ട് പ്ലാനുകളൊന്നും നടന്നില്ല. അതല്ലേ വിഷ്ണു അന്ന് അവിടെ നടന്നത്? ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ആ പറഞ്ഞതിന് നീതി പുലർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാ, പണം കൊടുക്കാൻ പോയി എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അതിനുശേഷം അവിടെ നടന്നതെല്ലാം എന്റെ അറിവോടെ നടന്ന കാര്യങ്ങളല്ല. വേലായുധനെ കുത്തിയവരെ എനിക്ക് അറിയ പോലുമില്ല. കള്ളങ്ങൾ പറഞ്ഞ് ആളെ മയക്കാൻ മിടുക്കനായ ആളാണ് വിഷ്ണുവെന്ന് അങ്ങയുടെ മുന്നിലിരിക്കുന്ന 5ഓളം കേസുകൾ കോടതിയിൽ എത്താതെ പരിഹരിക്കപ്പെട്ടതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ: വേലായുധനെ കുത്തിയത് വിഷ്ണുവിന്റെ അറിവോടുകൂടി തന്നെയാണ്. എല്ലാം കരുതിക്കുട്ടി തന്നെയാണ് വിഷ്ണു അവിടെ പോയതും നാടകീയമായി പണം കൊടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് കാര്യം നടത്തിയതും. ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ പുറത്തുവിട്ടാൽ വേലായുധന്റെ ജീവന് ഭീഷണിയും മറ്റു സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുള്ളതിനാൽ വിഷ്ണുവിന് ജാമ്യം കൊടുക്കാതെ പോലീസ് കസ്റ്റഡിയിൽ നിലനിർത്തണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഡിഫൻസ് വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. ഈ ഒരു കാര്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. വിഷ്ണുവിന് ജാമ്യം കൊടുക്കണ്ട. ജാമ്യം കൊടുക്കണ്ടെന്നാ? ഓർഡർ ഓർഡർ ഓർഡർ.